എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കിങ് ഓഫ് പെൻഡക്കിൾസ്, ഫോർ ഓഫ് പെൻഡക്കിൾസ്, ടെൻ ഓഫ് കപ്സ്, എംപറർ, മജീഷ്യൻ, പേജ് ഓഫ് കപ്സ്, സിക്സ് ഓഫ് പെൻഡക്കിൾസ്. ഇതാണ് ഇന്ന് വന്നിരിക്കുന്ന കാർഡുകൾ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ കാർഡാണ് ആദ്യമേ വന്നിരിക്കുന്നത്. ഒരു സാമ്പത്തിക സമൃദ്ധിയുടെ ഒരു പര്യായമായിട്ടാണ് ഈ കാർഡ് വരുന്നത്. നിങ്ങളുടെ ബിസിനസ്സിന് വളരെയധികം ഇന്നത്തെ ദിവസം വളരെ പ്രോഗ്രസ് ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത്. ഇന്ന് സാമ്പത്തികപരമായിട്ട് വളരെ നല്ലൊരു ദിവസമായ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സ്വന്തം കഴിവുകളും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഉള്ള ബിസിനസ് ആണെങ്കിൽ അത് വളരെയധികം വിപുലപ്പെടുത്തുവാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഡിസ്കഷനും ചിന്തയൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് ഒരു ബിസിനസ്സുകാർക്ക് നല്ലൊരു ദിവസമായിരിക്കും. അതുപോലെ ബിസിനസ് കോൺട്രാക്റ്റുകൾ ഇന്നത്തെ ദിവസം സൈൻ ചെയ്യാൻ, പുതിയ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് മീറ്റിങ്സ് ഒക്കെ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും നിങ്ങളുടെ കഴിവും ബുദ്ധിയും അറിവും ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ് ഇന്നത്തെ ദിവസം വളരെ പ്രകടമായിട്ട് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആശയവിനിമയം നടത്തുമ്പോഴും ബിസിനസ് ഡീലിങ്സ് ക്ലോസ് ചെയ്യാനും ഒക്കെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും തന്നെ ഡീൽ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക വിജയത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും ഇന്നത്തെ ദിവസം പോകാൻ, എന്ത് എഫേർട്ട് ഇടാനും ഏതറ്റം വരെ പോകാനും ഇന്നത്തെ ദിവസം നമുക്ക് ഒരു മടിയുണ്ടാവില്ല. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം പോകുന്നതാണ്. പിന്നെ സാമ്പത്തികമായ ഇടപെടലുകൾ നടത്തുമ്പോൾ, കോൺട്രാക്റ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ സൈൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അത് നമ്മളൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം സാമ്പത്തികപരമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും വളരെ അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന വെൽത്ത് അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ കോൺട്രാക്റ്റുകളൊക്കെ സൈൻ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലോസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊന്ന് കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. അതുപോലെ സാമ്പത്തികമായ ഇടപെടലുകൾ നടത്തുമ്പോൾ വളരെ വിവേകത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമുക്കൊരു ടെൻഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന മണി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ അതൊക്കെ എടുത്ത് വിനിയോഗിച്ചാൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ ഇന്നുണ്ടാവും. അതുപോലെ ചിലവും വരവും തമ്മിലുള്ള ഒരു ബാലൻസിൽ വേണം ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. എല്ലാ കാര്യങ്ങളിലും ആ ഒരു ശ്രദ്ധ വേണ്ടി വരുന്നുണ്ട്. എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. വരവും ചെലവും സന്തുലിതമായിട്ടാണ് നിലനിൽക്കുന്നത്.
നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ്. നഷ്ടപ്പെടുന്നില്ല, പക്ഷേ നമുക്കതിന് ഉള്ളിനുള്ളിലൊരു ഭയം വരുന്നുണ്ട്. ഈ കോൺട്രാക്റ്റോ അങ്ങനെ എന്തെങ്കിലും സൈൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരുമോ എന്നുള്ള ഒരു ടെൻഷനും നമുക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ധാരാളം പണം നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലാത്തവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ അല്ല അർഹതപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് ഉള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സമൃദ്ധി നമ്മളിലേക്ക് വരുമ്പോൾ ഒരു ഔദാര്യം നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ ഏതെങ്കിലും ദാനധർമ്മങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചും ഇന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം, അർഹതപ്പെട്ടവർക്ക് മാത്രം അർഹതപ്പെട്ടവരിലേക്ക് എത്താൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തിട്ട് കാര്യമില്ല. അർഹതപ്പെട്ട ആളുകൾക്ക് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് നമ്മളിലേക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് വരുന്നത്. കാരണം നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദാനധർമ്മം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനുണ്ടാവുന്ന നിറവ് നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ നിറവ് ഉണ്ടാവണമെങ്കിൽ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് ആ ഒരു അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കി അവരുടെ മനസ്സിലൊരു നിറവുണ്ടാവുള്ളൂ. അപ്പോഴാണ് നമുക്കത് ഒരു പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്ന സമ്പൽ സമൃദ്ധിയിൽ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക, അർഹതപ്പെട്ട ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് കൊടുക്കേണ്ടി വന്നല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കരുത്. നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു സ്നേഹത്തോടും സംതൃപ്തിയോടും കൂടി ചെയ്യുക. അപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഫലം കിട്ടും, നമുക്കും കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ സമ്പത്ത് വരുമ്പോഴത്തേക്കും ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസിയും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. സൃഷ്ടിപരമായ കാര്യങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും പുതിയതായിട്ട് തുടങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ചില ആളുകൾക്കൊരു പുതിയൊരു ജനനം കാണിക്കുന്നുണ്ട്. കുട്ടികളുണ്ടാവും, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കുട്ടികളുണ്ടാവുന്നതോ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത കേൾക്കാനൊക്കെ ഒരു ഇടവരുന്നതാണ്. നിങ്ങൾക്ക് വളരെ ആവേശകരമായ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ഇന്നത്തെ ദിവസം കേൾക്കാൻ ഇടവരുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് പ്രൊഫഷണലായിട്ട്. ചില ആളുകൾക്ക് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ കുറേ നാളുകളായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കാത്തിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്ന ഒരു ഓഫർ ലെറ്ററൊക്കെ വരുന്നതായിരിക്കാം. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതൊരു യാത്രക്കുള്ളൊരു കൺസെൻറ്റ് കിട്ടുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. പുതിയതായിട്ട് ചില കാര്യങ്ങൾ തുടങ്ങുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടുന്നതോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സന്തോഷകരമായ ഒരു വാർത്ത ഇന്ന് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ചിലപ്പോൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്തയായിരിക്കാം. നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും ആ വാർത്ത വരുന്നത്. പുതിയ അവസരങ്ങൾ ഇന്നത്തെ ദിവസം തേടി വരുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഇന്നത്തെ ദിവസം വന്നു ചേരുന്നുണ്ട്. സ്വന്തം കഴിവുകളും സാധ്യതകളും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുണ്ടാണ്. അവനവൻ്റെ കഴിവിൽ അവനവന് വിശ്വാസം ഉണ്ടാക്കി അതിൻ്റെ സാധ്യതകളും തേടി മുന്നോട്ട് പോകുന്നുണ്ടെന്ന്. എല്ലാവർക്കും ഉള്ളിൽ കഴിവുകളുണ്ട്, പക്ഷേ അത് ചില സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുതരാണിത്. നിങ്ങൾക്ക് ഇന്ന കഴിവുകളുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നൊരു സിറ്റുവേഷനാണ്. അത് ഒരു ചില സമയങ്ങളിലാണ് നമുക്കത് തെളിഞ്ഞു വരുള്ളൂ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ കഴിവുകൾ അറിയാമായിരിക്കാം, പക്ഷെ അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായ രീതിയിൽ നിങ്ങളുടെ സ്വന്തം കഴിവുകളെയും പ്രയോജനപ്പെടുത്താൻ ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ട്. 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്.
ഇന്ന് നമ്മൾ ഫാമിലിയുമായിട്ട് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ്. ഈ നല്ല വാർത്തകൾ കേൾക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനുണ്ടായ എന്തെങ്കിലും നേട്ടങ്ങളെക്കുറിച്ചും ആവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ന് ഫാമിലിയുമായിട്ട് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ്. കുട്ടികളും ഫാമിലിയായിട്ട് പുറത്തു പോകാനായിട്ടും എൻജോയ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോകുന്നുണ്ടാവാം. എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം വരികയാണ്. എല്ലാവർക്കും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി തരികയാണ്. ഇന്ന് ഫാമിലിയായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വളരെയധികം എൻജോയ് ചെയ്ത് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ടുള്ള ഒരു അവസരം യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ട്. മജീഷ്യൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ പൂർത്തീകരിച്ച ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, ചിലപ്പോൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കാം. എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ ഇന്ന് വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ മുന്നിലേക്ക് അത് വന്ന് ചേരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ത് സ്വപ്നം കാണുന്നു, അത് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താണ് ഇത്രയും നാൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത്, ആ കാര്യം ഇന്നത്തെ ദിവസം പ്രവൃത്തി തലത്തിലെത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്ത് കാര്യമാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നു അതാണ് നടക്കുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇന്ന് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഇന്ന് ഫലത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ അവസരങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ട്. തൊഴിൽപരമായിട്ടുള്ള ചിലപ്പോൾ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങൾ ധീരമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ, ഇത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ളൊരു ടെൻഷനോടുകൂടി ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇന്നത് വളരെ ധീരപരമായിട്ട് ഒരു കോൺഫിഡൻസോടു കൂടി അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. കൂടുതൽ പണം ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഇന്നത്തെ ദിവസം തുറന്നു വരുന്നുണ്ട്. സ്വന്തം കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് എല്ലാവരുടെയും ഒരു സ്നേഹം കിട്ടുന്നൊരു ദിവസമായിരിക്കും. നിങ്ങൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും അതുപോലെ നിങ്ങളുടെ പങ്കാളികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്, അവർക്ക് കൂടുതൽ സ്നേഹവും അവർക്ക് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് എല്ലാ എലമെൻസും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതെല്ലാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു മാജിക്കൽ എഫക്റ്റ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. എംപററുടെ എനർജിയാണ്. ഒരു അധികാര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ ദിവസം. ഒരു നേതൃത്വ സ്ഥാനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒഫീഷ്യലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വല്ല സംഘടനകളുടെ നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇന്നത്തെ ദിവസം കിട്ടുന്നത്. സ്വന്തം അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ചിലപ്പോൾ നിങ്ങളേതെങ്കിലും ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് വന്നിട്ട് അതിൽ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയോ എന്തെങ്കിലും ഒരു അവർക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അത് എന്ത് തടസ്സങ്ങൾ വന്നാലും വളരെ ധൈര്യത്തോടെ നേരിട്ട്, ഒരു യോദ്ധാവിൻ്റെ ധൈര്യത്തോടുകൂടി നേരിട്ട് ആ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രക്ചറലായിട്ടാണ് ചെയ്യുന്നത്. വളരെ പ്ലാൻഡായിട്ട് പ്ലാൻഡായിട്ടുള്ള കാര്യങ്ങൾ
ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടും കൃത്യതയോടും കൂടി കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ ഇന്ന് നടത്താൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളുടെ പിൻതലമുറയ്ക്കോ പ്രയോജനപ്രദമാവുന്ന രീതിയിൽ സാമ്പത്തികമായ നിക്ഷേപങ്ങൾ നടത്താനായിട്ടുള്ള ചാൻസ് ഇന്ന് വരുന്നുണ്ട്. നിങ്ങളുടെ ശക്തിയും ഊർജവും നേതൃത്വ പാഠവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും വളരെയധികം വിജയപഥത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെയും ആ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുന്ന റീഡിങ്. എല്ലാം കൊണ്ടും നല്ല നല്ല പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കണ്ടാൽ എനിക്ക് കുറച്ചും കൂടി നിങ്ങളുടെ എനർജി അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കും അത് വളരെ പോസിറ്റീവായിട്ടത് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ എൻ്റെ ഈ റീഡിങ്സ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് മെസ്സേജായിട്ട് അറിയിക്കണം. അപ്പോൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് നമുക്ക് എല്ലാ നന്മകളും വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.